ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ പഠിക്കുന്നത് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ്. എന്താണ് ഇവൻറ്റ് ക്യാപ്ചറിങ്, ഇവൻറ്റ് ബബ്ലിങ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതാണ് നമ്മൾ ഈ വീഡിയോ പഠിക്കുന്നത്. നമ്മൾ അതിനായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് നമ്മളോട് ഒരു HTML പേജ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സ്റ്റൈലിനകത്ത് രണ്ട് ഡിവിന് സ്റ്റൈലും കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഔട്ടർ ഡിവും ഒന്ന് ഇന്നർ ഡിവും. കണ്ടല്ലോ, ഇവിടെ നമ്മൾക്ക് ഔട്ടർ ഡിവിനൊരു കളറ്, ഇന്നർ ഡിവിനൊരു കളറ്. ഇതിൽ നമ്മൾ ഇനി ഒരു ഇവൻറ്റ് ലിസണർ ക്ലിക്ക് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ ഒരു സ്ക്രിപ്റ്റ് ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ ഇവൻ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവൻ്റ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലിമെൻറ്റ് ബൈ ID പറയണം. എന്നിട്ട് ആ ഡിവിൻ്റെ ID ഇവിടെ കൊടുക്കുക. നമുക്കിവിടെ ഔട്ടർ ഡിവിൻ്റെ ID ഔട്ടർ ഡിവ് എന്നാണ്, അത് കൊടുക്കുക. ഡോട്ട് ആഡ് ഇവൻറ്റ് ലിസണർ എന്ന് പറയുക. ഇവിടെ നമുക്ക് ഏത് ഇവൻ്റാണ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ക്ലിക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നമ്മളൊരു ആരോ ഫംഗ്ഷൻ വെച്ചിട്ട് ആക്ഷൻ പറഞ്ഞു കൊടുക്കും. ഇവിടെ നമ്മൾ അതിനായിട്ട് ഒരു ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ്, ഇവിടെ ഒരു ആരോ ഫംഗ്ഷൻ പറയുന്നു. ഇവിടെ നമ്മൾ ഒരു അലേർട്ട് പറയാം. ഇവിടെ ഔട്ടർ ഡിവ് ആയതുകൊണ്ട് ഇവൻറ്റ് ഫ്രം ഔട്ടർ ഡിവ് എന്ന് പറയും. ഇതേ കാര്യം തന്നെ നമുക്ക് ഇന്നർ ഡിവിനും ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഈ കോഡ് ഞാൻ കംപ്ലീറ്റ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ഔട്ടർ ഡിവ് എന്നുള്ള ഗെറ്റ് എലമെൻറ്റ് ബൈ IDയിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി. ഇവിടെ ഇന്നർ ഡിവ് എന്നാക്കുക. ഇവിടെ നമ്മൾ ഇവൻറ്റ് ഫ്രം ഇന്നർ ഡിവ് എന്നാക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്കിനി അതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ റീഫ്രഷ് ചെയ്യുന്നു. ഇപ്പം ഞാൻ എന്താണ് ബബ്ലിങ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് ബബ്ലിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഇന്നർ ഡിവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ മെസ്സേജ് വന്നത് ഇവൻറ്റ് ഫ്രം ഇന്നർ ഡിവ് എന്നാണ്. ഇവിടെ ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷമാണ് ഇവൻറ്റ് ഫ്രം ഔട്ടർ ഡിവ് എന്നുള്ള മെസ്സേജ് വന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ബബ്ലിംഗ് എന്ന് പറയുന്നത്. ആദ്യം ഇന്നർ ഡിവിൽ നിന്നായിരിക്കും നമുക്ക് ഇവൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ഔട്ടർ ഡിവിൽ ഇവൻറ്റ് വരുന്നത്. ഇനി നമുക്കിത് ക്യാപ്ചറിങ് എന്ന് പറഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ആക്കണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷണൽ പാരാമീറ്റർ ഉണ്ട്. ഇവിടെ നമ്മളത് ഇവിടെ ട്രൂ എന്ന് കൊടുത്താൽ മതി, അത് ക്യാപ്ചറിങ് ആയിക്കോളും. എന്താണ് ക്യാപ്ചറിങ് എന്നുള്ളത് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്ത് തന്നെ കാണാം. ഇവിടെ ഞാനിപ്പോൾ ഇന്നർ ഡിവിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ എന്താ സംഭവിക്കുന്നത് നോക്ക്. ആദ്യം ഔട്ടർ ഡിവിൽ നിന്നുള്ള ഇവൻ്റാണ് എക്സിക്യൂട്ട് ചെയ്തത്, അതിനുശേഷമാണ് ഇന്നർ.